ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പോകുന്നൊരു വീഡിയോ ആണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം മാർക്കറ്റിൽ പോവുക, സാധനങ്ങളൊക്കെ വാങ്ങുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. എനിക്കിങ്ങനെ വെറൈറ്റി ഇഷ്ടങ്ങളാണുള്ളത്. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകാമെന്നുള്ള പറയുന്നത് അപ്പോഴേക്കും വേറെ ഒരു വൈബാണ്. അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോയാൽ അത് മനസ്സിലാവും. പോകുന്ന വഴിയിൽ നിന്നായിരുന്നു ചെറിയ ഒരു മരം നിൽപ്പുണ്ട്. ഈ മരം പണ്ട് മുതലേ ഞാൻ LKG പഠിക്കുന്ന ആ ടൈം തൊട്ടേ ഇവിടെ ഉള്ളൊരു മരമാണ്. അപ്പം ഇവന് ഇഷ്ടം പോലെ ചെടികൾ പഴുത്തതും പച്ചയും ഒരു പഴുത്ത് വരുന്നതിനെക്കാട്ടിലും ഒത്തിരി ചെടികൾ ഇവിടെ ഉണ്ട്. അപ്പം പണ്ട് ഞാനും അമ്മയ്ക്ക് സ്കൂളിൽ വിട്ട് പോകുന്ന വഴികളാണ് ഇതൊക്കെ. അങ്ങനെ നടന്നെത്തിയപ്പോഴേക്കും ദൂരെ മഴക്കോള് കാണുന്നുണ്ട്. പക്ഷെ മഴയൊന്നും വരുന്ന ലക്ഷണമൊന്നും വന്ന ഒട്ട വെയിലായിരുന്നു. കുറച്ച് മുന്നിലേക്ക് പോകുമ്പോഴാണ് മീൻ വാങ്ങുന്ന സ്ഥലം. അപ്പം നമുക്കൊന്ന് ATM പോകണം, അതിനപ്പുറത്തേക്ക് ക്ലോസ് ചെയ്യണം. അങ്ങനെ ATM പോയി പൈസ എല്ലാം എടുത്തു. നമുക്ക് ഇനി നേരെ മടന്നാണ് പോകേണ്ടത്. മടന്ന് പോകുന്ന വഴിയിൽ ഒരു കാഴ്ചയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മടന്ന് നേരെ പോകുമ്പം അങ്ങറ്റം വരെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ മീൻ വെച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരിക്കും. പലർക്കും പല പല റേറ്റ് ആയിരിക്കും. നമുക്ക് ജസ്റ്റ് അവിടെ അങ്ങറ്റത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളി വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. പോകുന്ന വഴിയിൽ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ആ കാണുന്നത് കോവളം ബീച്ചാണ്. അതായത് കടൽ കാണാൻ പറ്റുന്നുണ്ട്. അത് വ്യക്തമായി എനിക്ക് ക്യാമറയിൽ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ഇനി ആഴാകുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിവിടെ നിന്ന് ഇച്ചിരി മുന്നോട്ടങ്ങ് നടന്നാൽ മതി. ഓട്ടോയിലാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ഓട്ടോയിലൊക്കെ വരേണ്ട ദൂരമുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് നടന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആഴാകുളത്തിന് പള്ളിയുണ്ട്. ആ പള്ളിയിൽ കയറണം. അങ്ങനെ പള്ളി കയറിയിട്ട് നമുക്ക് ഇനി അവിടെ നിന്ന് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങുന്ന കടയുണ്ട്. അവിടെ നിന്ന് വെജിറ്റബിളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് തിരിച്ച് നടന്ന് വരുന്ന വഴിക്ക് മീൻ വാങ്ങാം എന്നൊരു ഉദ്ദേശത്തോടു കൂടെയാണ് പോകുന്നത്. പിന്നെ ഈ ഒരു റൂട്ട് തന്നെയാണ് നമ്മൾ വിഴിഞ്ഞത്തേക്കും കോവളം ലൈറ്റ് ഹൗസിനൊക്കെ പോകുന്ന ഈ ഒരു റോഡ് തന്നെയാണ് ഇതും. അപ്പോൾ നമ്മൾ വിഴിഞ്ഞം ബസ്സൊക്കെ പോകുന്ന റൂട്ടിലാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ബസ്സുകളൊക്കെ പോകുന്ന റൂട്ടാണിത്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നരേന്ദ്രമോദിയൊക്കെ വരുന്ന ദിവസമായതുകൊണ്ടായിരിക്കും കുറച്ച് തിരക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അതായിരിക്കാം കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ആഴാകുളം ജംഗ്ഷൻ തൊട്ടാണ് പോകുന്നത്. ആ ജംഗ്ഷന് നേരെ ഒരു അമ്പലവും ഉണ്ട് കേട്ടോ. അമ്പലവും പള്ളിയും അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഞാൻ അമ്പലത്തിന് വായിക്കാൻ പോകാറുണ്ട്. അന്ന് തന്നെ ഞാൻ ഈ പള്ളിയിലും കയറാറുണ്ട്. സോ രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഈ ബസ് നമ്മൾ വിഴിഞ്ഞത്തിൽ നിന്ന് ഗ്രാമത്തേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആഴാകുളം പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ആഴാകുളം പള്ളി. അവിടെ ഒരു മാതാവിൻ്റെ കപ്പേളയുണ്ട്. ആ കപ്പേള പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പള്ളിക്കുള്ളിലേക്ക് പോയത്. പള്ളിയുടെ ഉള്ളിലത്തെ വിഷ്വലൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം അത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എടുത്തില്ല. സോ നമ്മളിന്ന് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. ഇനി പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ആ വെജിറ്റബിൾ കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വെജിറ്റബിൾ കടയിൽ പോയി അവിടെ ഇറങ്ങി ഒരു പൂരത്തിലുള്ള ആളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ വിഷ്വലൊന്നും എടുക്കാത്തത്. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ഓഫീസ്, വിഴിഞ്ഞം ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. പണ്ടൊക്കെ ഇവിടെ എല്ലാവരും ഇപ്പോഴാണ് ഈ ഇടയിൽ മാറ്റിയത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച വെജിറ്റബിളൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. കുട എൻ്റെ ബാഗിനകത്തുണ്ട്. അതൊന്നും ഞാൻ എടുക്കില്ല. കുടയും കവറും കൂടി എല്ലാം ഇരിക്കുന്ന ടാസ്ക്കായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ തിരിച്ച് പോകുന്ന വഴിയിൽ മീൻ വാങ്ങാൻ. അപ്പോൾ ഇവിടെ നെത്തോലിയുണ്ട്, ചാളയുണ്ട്, പിന്നെ ചൂരയുണ്ട്, അയലയുണ്ട്, കുറേ മീനുകളുണ്ടായിരുന്നു. ഞാൻ അയലയാണ് വാങ്ങിച്ചത്. 4 200 രൂപയായിരുന്നു. അത്യാവശ്യം നല്ല മീനായിരുന്നു. പിന്നെ വെള്ളം വാങ്ങിച്ചപ്പോൾ ഞാൻ ഒരു 10 രൂപയുടെ ഒരു 7up പോലത്തെ ഒരു സാധനമാണ് വാങ്ങിച്ചു കൊടുത്തത്. അവിടെ ഞാൻ വലിയ 7up ചോദിച്ചത്. അപ്പോൾ അവന് ഗൂഗിൾ പേ ഇല്ല. ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 10 രൂപയുടെ വെള്ളം വാങ്ങിച്ച് കൊടുത്തു. വെള്ളം ഇല്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ ഈ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ഞാൻ മടന്നു പോവാണ്. ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.